പ്രതിപക്ഷത്തെ ഇഡിയെ ഉപയോഗിച്ച് വേട്ടയാടാമെന്ന ബി.ജെ.പി ഗവൺമെന്റ് കരുതേണ്ടെന്ന പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി എ വിജയരാഘവൻ. ബി.ജെ.പിയുടെ നെറികെട്ട രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കുന്നതാകും ഈ തെരഞ്ഞെടുപ്പെന്നും കേരളത്തിൽ ഇടതുപക്ഷത്തിന് വൻ വിജയമുണ്ടാകുമെന്നും എ വിജയരാഘവൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഷൊർണൂർ മണ്ഡലത്തിലെ പനമണ്ണയിൽ നിന്ന് സച്ചിൻ വള്ളിക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി എ വിജയരാഘവനാണ് നമുക്കൊപ്പം ഉള്ളത്. പ്രതിപക്ഷത്തെ പരാജയ ഭീതി കൊണ്ടാണോ ഇങ്ങനെ കേന്ദ്രം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇ ഡി ഉപയോഗിച്ചിട്ട്? അതായത് ഇന്നത്തെ പാർലമെൻറ്റിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ജനാധിപത്യ സംവിധാനങ്ങളോട് പൂർണ്ണമായി നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അധികാരത്തിൽ ഒരു ദശാബ്ദം പിന്നിട്ടു, വീണ്ടും തുടരാൻ അദ്ദേഹത്തിൻ്റെ നയവൈകല്യങ്ങൾ കാരണം സാധിക്കില്ല എന്നൊരു സാഹചര്യമുണ്ട്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമുണ്ട്, പണിയെടുക്കുന്നവരിൽ നിന്ന് വലിയ പ്രതിഷേധമുണ്ട്. അപ്പോൾ സ്വന്തം നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായമുള്ളവരെ കൽത്തുറുങ്കിലടയ്ക്കുക എന്ന ഫാസിസ്റ്റ് രീതി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഭരണത്തെ ഏറ്റവും കൂടുതൽ ദുർവിനിയോഗം ചെയ്യുക എന്ന അമിതാധികാരത്തിൻ്റെ പ്രവർത്തനവും മോദി സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ED, IT, മറ്റ് ഏജൻസികൾ, CBI ഇതിനെയെല്ലാം ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാക്കളെ കൽത്തുറുങ്കിലടച്ചും ഭിന്നാഭിപ്രായക്കാർക്ക് നേരെ ഭരണ സംവിധാനത്തെ ദുർവിനിയോഗം ചെയ്തും അധികാരത്തിൽ തുടരാൻ സാധിക്കുമെന്ന മോഡിയുടെ പ്രതീക്ഷ അസ്തമിക്കാൻ പോവുകയാണ്. അതിൽ മോദി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നേരെ ഉപയോഗിക്കുന്ന ഈ ഏജൻസികൾ കേരളത്തിലൊക്കെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ തിരിച്ചടി മോദി ഭരണകൂടത്തിന് നൽകാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം. ഒരൊറ്റ BJP പ്രതിനിധിയും കേരളത്തിന് ജയിക്കില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷക്കാർ ജയിക്കുന്ന സംസ്ഥാനമായിരിക്കും ഇത്തവണ കേരളം എന്നുള്ള അനുകൂലമായ സ്ഥിതിയും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ജനങ്ങൾ അതൊക്കെയാണ് ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെടുന്നത്. ജനങ്ങളെ വൈകാരികമായി വഴിതെറ്റിക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെയും പ്രചാര രീതിക്ക് വലിയ തിരിച്ചടിയാണ് ഇത്തവണ. ജീവിതത്തെ തൊട്ടറിഞ്ഞുകൊണ്ട് പാവപ്പെട്ട മനുഷ്യൻ ശരിയായ ദിശയിലുള്ള തീരുമാനമെടുത്ത് ഈ രാജ്യത്തെ തന്നെ അവർ നയിക്കാൻ പോവുക. ആ പാവപ്പെട്ടവൻ്റെ നേതൃത്വ അംഗീകരിക്കുന്ന ഒരു കാലം വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ വലിയ ചുവടുവെപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വരെ. വലിയ ആവേശത്തിലാണ് എ വിജയരാഘവൻ്റെ പ്രചരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.